ഒരു കാലത്തെ ഗുഡ് താലിബാൻ, ബാഡ് താലിബാൻ, ഗുഡ് ടെററിസം, ബാഡ് ടെററിസം ഇങ്ങനെയൊക്കെ തോന്നിയ നമ്മുടെ മോദിജിക്ക് ഇപ്പം തിരിച്ച് തോന്നാനുള്ള കാരണങ്ങൾ പലതാണ് അല്ലേ. പണ്ട് നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു, गुड तालिबान बैड तालिबान, गुड टेररिज्म बैड टेररिज्म, ये अब चलने वाला नहीं है. हर किसी को तय करना पड़ेगा कि फैसला करो कि आप आतंकवाद के साथ हो कि आप मानवता के साथ हो. निर्णय करो. ഇന്ന് നമ്മൾ നമ്മുടെ തന്നെ വിദേശകാര്യമന്ത്രിനെ വിട്ടിട്ട് അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് നമ്മൾ സൗഹൃദം അല്ലെങ്കിൽ ഒരു ഡിപ്ലോമസി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. गुड तालिबान बैड तालिबान, गुड टेररिज्म बैड टेररिज्म, ये अब चलने वाला नहीं. हर किसी को तय करना पड़ेगा कि फैसला करो कि आप आतंकवाद के साथ हो कि आप मानवता के साथ हो. निर्णय करो. ഇതൊക്കെ വരും. ഇങ്ങനെയൊക്കെ വന്നിട്ടില്ലെങ്കിലേ നമുക്ക് അത്ഭുതമല്ലോ. കാരണം എത്ര കാലം എന്ന് വെച്ചിട്ടാണ് ഈ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടുപ്പിച്ച് പള്ളികളായ പള്ളിയുടെ അടിയിലെല്ലാം ലിംഗം തപ്പി ഇനി ബീഫ് കൊണ്ടുപോയെന്നും പറഞ്ഞിട്ട് ആ കൊണ്ടുപോയതിനെ കൊന്നിട്ട് ബുൾഡോസർ വെച്ച് വീടുകളും മറ്റ് മാർക്കറ്റും ഒക്കെ പൊളിച്ച് എത്ര കാലം നമ്മളിങ്ങനെ മുന്നോട്ട് പോകും അല്ലേ. മുസ്ലിങ്ങളുടെ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നു, മുസ്ലിങ്ങൾ ഇവിടെ പെറ്റുപെരുകുന്നു, ഹിന്ദുക്കളെ നിങ്ങൾ ഉണരൂ, ഹിന്ദു ഉണരൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എത്ര കാലം നമ്മൾ മുന്നോട്ട് പോകും. ഏകദേശം തീർന്നില്ലേ, വെട്ടി തീരേണ്ട ഒരു സമയം വരും. കഴിഞ്ഞ 11 വർഷമായിട്ട് നമ്മൾ വെടിവെച്ചില്ലേ, എത്ര വോട്ട് നമ്മൾ കേട്ട് എല്ലാം പുറത്തോട്ട് വന്നിരിക്കുന്നു. എല്ലാം പുറത്തോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട്. ലോകരാജ്യങ്ങളുമായിട്ട് മൊത്തം തെറ്റ്, അയൽരാജ്യങ്ങളൊക്കെ കണ്ടുകൂടാത്ത അവസ്ഥയിലോട്ട് പോയി. ഇനി നമ്മളിങ്ങനെ മിണ്ടാണ്ട് എത്ര കാലം ഇരിക്കും? പത്രസമ്മേളനം നമ്മൾ വിളിക്കാറേ ഇല്ല. നമ്മൾ പുറത്തു പോയാലും ഇവിടെ വന്നാലും നമ്മൾ വിളിക്കാറില്ല. ഇനി അവിടുന്ന് ഇവിടെ വല്ല മന്ത്രിമാരും വന്ന് അവർക്ക് അല്ലെങ്കിൽ ലേഡീസ് കൂടെ കയറില്ല മറ്റത് കയറില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ ഭയങ്കര ഭയാനകമായിട്ട് സംസാരിക്കും. സ്വന്തം പ്രധാനമന്ത്രിനോട് എന്താണ് മന്ത്രി ഞങ്ങൾക്കൊരു പത്രസമ്മേളനം തരാത്തതെന്ന് ചോദിക്കാൻ നട്ടെല്ലിന് ഉറപ്പില്ലാത്ത കുറേ ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം കൂടെ കണ്ടിട്ട് നമ്മൾ എത്ര കാലം മുന്നോട്ട് പോകും? അപ്പോൾ നമ്മൾ ചെറുതായിട്ട് നമ്മുടെ ഐഡിയ, നമ്മുടെ പോളിസീസൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യും. അപ്പം നമ്മൾ താലിബാൻ ഗുഡാവും അല്ലെങ്കിൽ ടെററിസം ഗുഡാവും, ഇങ്ങനത്തെ പല സംഭവങ്ങളും ഗുഡായിട്ടൊക്കെ നമുക്ക് തോന്നും. അപ്പം നമ്മൾ അവരെ മാടി വിളിക്കും, ബാ 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 എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കും. അങ്ങനെ അവരിവിടെ വരും. ഇതിനൊക്കെ കാരണമെന്ന് പറഞ്ഞാലേ നമ്മുടെ അവസ്ഥ അതാണ്. നമ്മുടെ BJP സർക്കാർ ഭരിക്കുന്ന, നമ്മുടെ വിശ്വഗുരു ഭരിക്കുന്ന നമ്മുടെ അവസ്ഥ വിശ്വത്തിൽ മൊത്തം ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം. ആ ചീഞ്ഞ നാറ്റം മാറണമെങ്കിൽ ഇനി ഇതിനേക്കാൾ വലിയ അടി നമുക്ക് കിട്ടും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ചില സഖ്യകക്ഷികളൊക്കെ ആയിട്ട് സഖ്യം കൂടേണ്ട അത്യാവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മൾ താലിബാനെ ഇങ്ങനെ വിളിച്ചു വരുത്തി നമ്മൾ പല രീതിയിലും ഡിപ്ലോമാറ്റിക്കലി നമ്മൾ അവരോട് അടുക്കാൻ ശ്രമിക്കുന്നത്. 2021 താലിബാൻ പുതിയ ഭരണം ഏറ്റെടുത്ത സമയത്ത് US താലിബാൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ വിട്ട് താലിബാനിലെ പുതിയ ഭരണം വന്ന സമയത്ത് നമ്മൾ സുലാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓട്ടിപ്പോകുന്നതാണ്. നമ്മുടെ കാബൂളിലെ നമ്മുടെ എംബസി വരും ക്ലോസ് ചെയ്തിട്ട്. അന്ന് നമുക്ക് ബാഡ് താലിബാനും ബാഡ് ടെററിസ്റ്റും ആയിരുന്നു. ഇപ്പം നമുക്ക് ഗുഡ് താലിബാനും ഗുഡ് ടെററിസ്റ്റും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം അമേരിക്ക കഴിഞ്ഞ ദിവസം നമുക്കറിയാം കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ ഫ്രണ്ട് ഇപ്പോൾ അവസാനം മൊത്തം ട്രോളാണ് നമുക്ക് ഇട്ടിട്ട് അല്ലേ. അപ്പം നമുക്കിങ്ങനെ ട്രോളി നമ്മുടെ അവസ്ഥ വല്ലാത്ത മോശമായിട്ടുള്ള അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ട്രംപ് പോയിട്ട് പുതിയൊരു സൈനിക ബേസും അല്ലെങ്കിൽ പാകിസ്ഥാന് കംപ്ലീറ്റ് സപ്പോർട്ടും കൊടുക്കുന്നു. പാകിസ്ഥാനിൽ US സൈനിക ബേസ് വരെ ഉണ്ടാക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഏത് തരം നമുക്കിട്ട് തലവേദന തരുന്ന അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്ക് നമ്മുടെ ബുദ്ധിമുട്ടിക്കുന്ന ഏറ്റവും വലിയൊരു ടെററിസ്റ്റ് രാജ്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അമേരിക്കയുടെ ആയുധ സപ്പോർട്ടൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊരു യുദ്ധം വരുമ്പം നമുക്ക് തന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പാകിസ്ഥാൻ്റെയും പിന്നിലുള്ള നമ്മുടെ അഫ്ഗാനിസ്ഥാനെ നമ്മുടെ കൂടെ പിടിച്ചേ നമുക്ക് പറ്റൂ. ഒരു അറ്റാക്ക് വരുമ്പോൾ അവിടുന്നും ഇവിടുന്നും ഒക്കെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ അഫ്ഗാനിസ്ഥാനെ പോലത്തെ രാജ്യം നമുക്ക് വേണം, നമ്മുടെ കൂടെ വേണം. അപ്പോൾ നമ്മൾ താലിബാൻ ഗുഡായിട്ടൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ ഡിപ്ലോമസി ഒക്കെ ചേഞ്ച് ചെയ്യും. അല്ലെങ്കിൽ ഇനിയും ഭരിച്ചു പോകണമെങ്കിലേ നമുക്ക് വേറെ ഒന്നും കയ്യിലില്ല എന്നുള്ള ബോധ്യം നമ്മുടെ സർക്കാരിനുണ്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ അവിടെ നമ്മൾ മുസ്ലിം വിരോധവും ഇസ്ലാമോഫോബിയും ഒക്കെ ഒന്ന് മാറ്റി വെച്ച് കണ്ണടച്ച് സംഖ്യകൾക്ക് വേറെ ഒരു എല്ലും കഷ്ണം ഇട്ട് കൊടുത്ത് നമ്മൾ ഈ വഴിയിലൂടെ നമ്മൾ എസ്കേപ്പ് ആവാനുള്ള പരിപാടി ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തിനാണ് ഈ പറഞ്ഞ പാകിസ്ഥാനും താലിബാനും അതല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനും അടി ഉണ്ടാക്കുന്നത് അല്ലേ? നമ്മളെ ചോദ്യം അതാണല്ലോ. ഈ അടിയുടെ ഇടയിൽ ഇന്ത്യ എന്തിനാണ് താലിബാൻ അങ്ങോട്ട് വിളിച്ചത്? എന്താണ് ഇന്ത്യക്ക് ഇവരുടെ അടിയിലുള്ള ഒരു ഗുണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് പറയണമെങ്കിൽ മാപ്പ് നമ്മൾ കാണണം. ഇതാണ് ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. പാകിസ്ഥാൻ കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ്റെ ഇടയിലുള്ള ഒരു ലൈൻ നിങ്ങൾ കണ്ടോ? അവരുടെ ഈ ബോർഡർ നിങ്ങൾ കണ്ടോ? ഡ്യൂറൻറ്റ് ലൈൻ എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം ഇതൊന്നും നല്ല ഉണ്ടായതൊന്നുമല്ല. ഇത് 1800-കളിൽ ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയുക ബോർഡറാണ്. കാരണം ബ്രിട്ടീഷുകാർ വരുന്നതിൻ്റെ മുമ്പ് മുഗളുടെ അണ്ടറിൽ ഈ പറഞ്ഞ ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഒക്കെ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അല്ലെ ഇന്ത്യയുടെ അല്ലെങ്കിൽ ആ ഒരു മഹാഭാരതമായിരുന്നു നമ്മൾ അല്ലേ. മുഗൾ എംപയറിൻ്റെ അണ്ടറിലെ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായിട്ട് തന്നെയായിരുന്നു ഇന്ത്യ അന്നുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം ശിഥിലീകരിച്ചെല്ലാം പല ഭാഗത്തോട്ട് പോയി.
ഇവിടേക്ക് ബ്രിട്ടീഷുകാർ വരുന്നു. അങ്ങനെ അവർ അന്ന് ഒരു ബോർഡർ ഇടുന്നുണ്ട്. അവരുടെ കണക്കിൽ തോന്നിയിട്ടുള്ള ഒരു ബോർഡറാണ് ആംഗ്ലോ അഫ്ഗാൻ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അന്നിട്ടൊരു ബോർഡറാണ് ഈ പറഞ്ഞ ഡ്യൂറൻറ്റ്. അന്നത്തെ ഡ്യൂറൻറ്റ് പ്രഭുവാണ് ഈ ഒരു ബോർഡർ അന്ന് അവിടെ ഇട്ട് കൊടുത്തത്. ആ ബോർഡർ ഇട്ട സമയത്ത് തന്നെ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ അതിലുണ്ടായിരുന്നു. അതായത് അന്നത്തെ കുറേ ഗോത്രങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. ഗോത്രങ്ങളെ നടുവിലൂടെയൊക്കെ ഈ ഒരു ബോർഡർ പോയി, അല്ലെങ്കിൽ ഗോത്രങ്ങളെ നടുവെട്ടിമുറിച്ച്, വീടുകളെ നടുവെട്ടിമുറിച്ച്, കുടുംബങ്ങളെ നടുവെട്ടിമുറിച്ചിട്ടായിരുന്നു ഈ ഒരു ബോർഡർ പോയിരുന്നത്. 1893 ഈ ഒരു ബോർഡറിൻ്റെ ഒരു ആധികാരികമായിട്ട് ആ ബോർഡർ അവിടെ വരുന്നതും ഇങ്ങനെ ഒരു പേരിൽ ആ ബോർഡർ അവിടെ അങ്ങ് തുടരുന്നതും. അങ്ങനെ അത് കഴിഞ്ഞ് 1919 ആയപ്പോഴേക്കും അഫ്ഗാനിസ്ഥാൻ ബ്രിട്ടീഷ് ബ്രിട്ടീഷിൻ്റെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം വാങ്ങിക്കുന്നുണ്ട്. ആ സമയത്തും ഈ ബോർഡർ അതുപോലെ തന്നെ അവിടെ കിടന്നു. പക്ഷെ പാകിസ്ഥാനിലാണ് ഈ ബോർഡർ വരുന്നത്. അന്നും ഈ ഒരു ബോർഡറിന് ഒരു ആധികാരികത ഇല്ലാണ്ടായിപ്പോയി, ഒരു അപ്രൂവ്ഡ് അല്ലാത്തൊരു ബോർഡറായി മാറി. അങ്ങനെ നമ്മുടെ 1947 ആയപ്പോൾ നമുക്ക് ഇന്ത്യക്കും ഈ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അടുത്ത ബ്രിട്ടീഷ് ഭരണാധികാരികൾ അന്ന് ചെയ്ത പണിയാണ് നമ്മളെയും പാകിസ്ഥാനെയും തമ്മിലടിപ്പിക്കാൻ നമ്മളെ വീണ്ടും വിഭജിച്ചത്. ഇന്ത്യനെ വിഭജിച്ച് പാകിസ്ഥാനും നമ്മളെ ഇന്ത്യനും മതത്തിൻ്റെ പേരിലും പല ഭൂപ്രകൃതിയുടെ പേരിലും നമ്മളെ വീണ്ടും കട്ട് ചെയ്തു. ആ ബോർഡറിലെ പ്രശ്നങ്ങൾ ഇന്നും തീർന്നിട്ടില്ല. അതുപോലെ തന്നെ അന്ന് ഈ ഡ്യൂറൻറ്റ് ഈ പറഞ്ഞ ലൈനും വെച്ചിട്ടായിരുന്നു അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തിരിച്ചിരുന്നത്. അവരുടെ ആ ഒരു ബോർഡറിലെ ഇഷ്യൂസും ഇന്നും തീർന്നിട്ടില്ല. ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഈ നമ്മളെയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലടുപ്പിക്കാനുള്ള ഈ കംപ്ലീറ്റ് അതിർത്തികളെ തിരിച്ച് നമ്മളെന്നും തമ്മിലടുപ്പിച്ചത് ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ്, അന്നത്തെ ബ്രിട്ടീഷ് ആളുകൾ തന്നെയായിരുന്നു. അതിൻ്റെ ആ കാലം മുതൽ തുടങ്ങിയിട്ടുള്ള യുദ്ധങ്ങളാണ് നമ്മളും പാകിസ്ഥാനും തമ്മിൽ, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ. ഇതാണ് ഇതിൻ്റെ ഒരു ബേസ് കഥ. ഇനി അന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് താലിബാൻ എന്നുള്ള ആ ഒരു സംഘടന അഫ്ഗാൻ ഭരണത്തിലോട്ട് വരുന്നതും അവരത് പിടിച്ചെടുത്ത് അന്നൊക്കെ നമ്മളും അല്ലെങ്കിൽ ഇന്ത്യയുടെ സർക്കാരും അഫ്ഗാൻ സർക്കാരും ഒരുപാട് നല്ല നയതന്ത്ര ബന്ധങ്ങളിലൊക്കെ തന്നെ അന്നും പോയിട്ടുള്ളത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ അഫ്ഗാനിസ്ഥാന് അവരൊരു പുതിയൊരു ഗ്രൂപ്പിന് അവിടെ രൂപം കൊടുക്കുന്നത്. അതായത് തെരീഖൽ താലിബാൻ പാകിസ്ഥാൻ, TTP എന്ന പേരിലായിരുന്നു ആ ഒരു സംഘടന രൂപീകരിച്ചിട്ടുള്ളത്. ആ സംഘടന ഈ പറഞ്ഞ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒരുപോലെ വർക്ക് ചെയ്യുന്ന ഒരു സംഘടനയായിട്ട് മാറി. അവർക്ക് ഈ പറഞ്ഞ ഡ്യൂറൻറ്റ് രേഖയിൽ അല്ലെങ്കിൽ അവിടുത്തെ പല കോൺഫ്ലിക്റ്റുകളും ഉണ്ട്. അവർക്ക് കറക്റ്റ് അല്ല ബോർഡർ, അവർക്ക് കുറേ ഭാഗങ്ങൾ അവർക്ക് വേണം, എങ്കിലേ ഈ ഒരു കോൺഫ്ലിക്റ്റ് കറക്റ്റ് ക്ലിയർ ചെയ്ത് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ള രീതിയിൽ അവരെപ്പോഴും പാകിസ്ഥാനിൽ ബോംബെറിഞ്ഞിട്ടും പാകിസ്ഥാനിൽ എല്ലാ കാലത്തും ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഏകദേശം 600 മുതൽ 1000 വരെ സ്ഫോടനങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ടാക്കിയത് ഈ പറഞ്ഞ TTP എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഘടന തന്നെയാണ്. അവരിടയ്ക്കിടയ്ക്ക് പാകിസ്ഥാനിൽ വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കി ഈ ഒരു പ്രശ്നം ഭയങ്കര വഷളാക്കിക്കൊണ്ടേയിരുന്നു എപ്പോഴും. അതേസമയത്ത് പാകിസ്ഥാൻ നമുക്ക് ഇവിടെ വന്നും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നു. അങ്ങനെ ഈ സംഭവം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ USSRൻ്റെ ഒരു ഭരണം വരും. അത് കഴിഞ്ഞ് നമുക്കറിയാം ഈ അൽ-ഖ്വയ്ദ എന്നുള്ള ഒരു സംഭവം പുറത്തോട്ട് വന്ന്, അതല്ലെങ്കിൽ അത് ഉസാമ ബിൻ ലാദനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലോട്ട് വന്ന്, അങ്ങനെ ഈ പറഞ്ഞ അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം അമേരിക്കൻ സേന ഏറ്റെടുക്കുന്നു. 20 വർഷത്തോളം അവരവിടെ ഭരിച്ച് ഈ പറഞ്ഞ നമ്മുടെ ബിൻ ലാദൻ അവർ വധിച്ച് 2020 വരെ അവർ അമേരിക്കൻ സൈന്യം അവിടെ ഭരിക്കുന്നു. അങ്ങനെ 2020 ശേഷം അവിടെ വീണ്ടും താലിബാൻ ഭരണം വരികയാണ്. 2021 ആയപ്പോൾ താലിബാൻ വീണ്ടും അവിടുത്തെ ഭരണം ഏറ്റെടുക്കുന്നു. അപ്പോൾ ഇന്ത്യ നമ്മൾ അവരുമായിട്ട് സുലാൻ പറഞ്ഞ് അവർ ടെററിസ്റ്റുകളാണ്, നമുക്ക് അവരൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവിടുന്ന് എല്ലാ പരിപാടികളും വിട്ട് നമ്മൾ തിരിച്ചു. ഇന്ത്യയിലെ അവരുടെ എംബസി നമ്മൾ ക്ലോസ് ചെയ്ത് ജസ്റ്റ് ഒരു കോൺസുലേറ്റ് മാത്രം മുംബൈയിലും ഹൈദരാബാദിലും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇടക്കിടക്ക് അവിടെ ഈ പറഞ്ഞ TTPയും പാകിസ്ഥാൻ സൈന്യം തമ്മിൽ ഇടക്കിടക്ക് യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കഴിഞ്ഞ ഒക്ടോബർ 7 ആയിരുന്നു, ഒക്ടോബർ 7 8 തോന്നുന്നുണ്ട്, ഒരു TTPയുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ പാകിസ്ഥാനിൽ വന്നിട്ട് പാകിസ്ഥാൻ്റെ കുറേ മിലിറ്ററി പോസ്റ്റുകളുണ്ട്, ഇവിടെയൊക്കെ വന്നിട്ട് ആളുകളെ കൊന്നു. അവിടുത്തെ കുറച്ച് മിലിറ്ററിയെയും കുറച്ച് സൈനികരെ കൊന്നു എന്നുള്ള ഒരു സംഭവം പുറത്തോട്ട് വരുന്നു. അങ്ങനെ അത് വന്നു എന്നും പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ ആദ്യമായി പിന്നെ അവിടെ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് അടിക്കുന്നത്. അവരെ തിരിച്ചങ്ങോട്ട് പോയി TTPയുടെ ആളുകളാണെന്നും പറഞ്ഞ് കുറേ സിവിലിയൻസിനെ അവിടെ കൊന്നു. കാബൂളിൽ ഡയറക്റ്റ് പോയിട്ട് ഇവർ ആക്രമണം നടത്തി, ഫൈറ്റർ ജെറ്റുകൾ പോയിട്ട് ആക്രമണം നടത്തി, അല്ലാണ്ട് ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ഈ ആക്രമണങ്ങളൊക്കെ നടത്തിയ സമയത്ത് തിരിച്ചടിക്കും എന്നവരന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ആ തിരിച്ചടി കഴിഞ്ഞ ദിവസം തിരിച്ച് പാകിസ്ഥാനിൽ വന്നിട്ടും ഒരു എനിക്ക് തോന്നുന്നത് ആ ഒരു ഡ്യൂറൻ ബോർഡറിലുള്ള പാകിസ്ഥാൻ്റെ കുറേ പോസ്റ്റുകളുണ്ട്, അതായത് മിലിറ്ററി പോസ്റ്റുകളുണ്ട്, അതൊക്കെ പിടിച്ചെടുത്തു. അവരുടെ ഭാഗം മാറ്റുന്ന രീതിയിലോട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് യുദ്ധം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെയാണ് ഇന്ത്യ മറ്റ് പല കാരണങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ അമേരിക്കൻ ബേസ് പാകിസ്ഥാനിൽ വരുന്ന കാരണവും പിന്നെ നമ്മുടെ ഇറാനിലുള്ള തുറമുഖം അമേരിക്ക ഉപരോധം കൊടുത്തിട്ട്, അപ്പോൾ നമ്മൾ ഏത് രീതിയിൽ ഇറാനുമായിട്ട് നല്ലൊരു
സഖ്യം ബന്ധം ഉണ്ടാക്കണമെങ്കിൽ നമുക്കിപ്പോൾ എന്താ ഈ അതിർത്തികളൊക്കെ നമുക്ക് വേണം. ഒരു ജിയോ പൊളിറ്റിക്സ് നോക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനും ഇറാനും ഒക്കെ നല്ലപോലെ നിൽക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു സപ്പോർട്ടും കൂടെ എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പരിപാടി കാണിച്ചത്. അതായത് നമ്മുടെ അവിടുത്തെ താലിബാൻ്റെ വിദേശകാര്യമന്ത്രിനെ നമ്മൾ ഇന്ത്യയിലോട്ട് എത്തിക്കുന്നത്. നമ്മളാണ് ക്ഷണിക്കുന്നത്, അവരിങ്ങോട്ട് വന്ന് പറഞ്ഞൊന്നുമില്ല. നമ്മളാണ് ക്ഷണിക്കുന്നതും അവർക്ക് ഇൻ്റർനാഷണലോട്ട് അത് പുറത്തോട്ട് പോകാനുള്ള കുറേ ബാനും കാര്യങ്ങളും ഉണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ആ ബാനൊക്കെ നമ്മൾ കുറച്ച് റിമൂവ് ചെയ്തിട്ടാണ് അവരെ നമ്മൾ ഇങ്ങോട്ട് എത്തിക്കുന്നത്. ആ എത്തിച്ച് അവരിവിടെ വന്ന് നമ്മുടെ നയതന്ത്രം മെച്ചപ്പെടും, അല്ലെങ്കിൽ നമ്മൾ പണ്ട് പറഞ്ഞതൊക്കെ നമ്മൾ മറന്ന് നമ്മൾ പുതിയ ബന്ധത്തിലോട്ട് വരികയാണെന്ന് കണ്ടപ്പം ഇതേ സമയത്ത് പാകിസ്ഥാൻ വീണ്ടും പോയിട്ട് ഈ പറഞ്ഞ കാബൂളിൽ ഒരു ആക്രമണം നടത്തി. ഏകദേശം 20-25 ആളുകൾ മരിച്ചു. അതിന് തിരിച്ച് ബദലായിട്ട് അവർ ഡയറക്റ്റായിട്ട് കരമാർഗം തന്നെ ഈ പറഞ്ഞ ബോർഡർ ക്രോസ് ചെയ്ത് വന്നിട്ട് വീണ്ടും പാകിസ്ഥാൻ പോസ്റ്റുകൾ, കുറേ മിലിറ്ററി പോസ്റ്റുകൾ അവർ പിടിച്ചെടുക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇവിടെയും കുറേ പേര് മരിക്കുന്നുണ്ട്, അവിടെയും കുറേ പേര് മരിക്കുന്നു. നമ്മൾ കണ്ട പല ഇതിലും 20 പേര് ഇവിടെ, 25 പേര് ഇവിടെ, ഇങ്ങനെ പല പല കണക്കുകളും വരുന്നുണ്ട്. നമുക്കതിനെപ്പറ്റി കൂടുതൽ നമുക്കറിയില്ല. അപ്പോൾ ഇതാണ് പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും ഇടയിൽ നടക്കുന്ന കാര്യം. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കണ്ണടച്ച് പാല് കുടിക്കാനാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഡിപ്ലോമാറ്റിക്കലിയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ അവരെയും കൂടെ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലത്ത് പാകിസ്ഥാൻ നമ്മൾ അടിക്കും. അത് അമേരിക്ക സപ്പോർട്ട് ചെയ്ത് നമ്മൾ അടിക്കുമ്പം നമുക്ക് സപ്പോർട്ടോട് കൂടി, അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയിട്ടൊരു മിലിറ്ററി ബേസ്, നമ്മൾ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അവർക്ക് യുദ്ധം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിലോട്ടൊരു സപ്പോർട്ട് അവിടെ നിന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി ഈ കാര്യം ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ കുറേ ട്രേഡും കുറേ കാര്യങ്ങളും നടക്കും. ഇറാനിലോട്ട് പോകാനുള്ള, അല്ലെങ്കിൽ ഇറാൻ ത്രൂ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഈ ഒരു യുദ്ധം, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഡിപ്ലോമസി നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അപ്പം ഇപ്പം തന്നെ നമ്മുടെ മോദി സർക്കാരിന് തോന്നിയിട്ടുണ്ട് എല്ലാ കാലവും ഈ മുസ്ലിം വിരോധവും കാര്യങ്ങളൊന്നും കൊണ്ട് നടക്കാൻ പറ്റില്ല. സംഖ്യകൾക്കൊക്കെ കുറച്ചൊക്കെ വിവരം വെച്ച് തുടങ്ങും. കാരണം ഇന്ത്യ പതിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അല്ലേ? നമ്മളെ ഡോളർ ഇങ്ങനെ കുത്തനെ മേലോട്ട് പോകുമ്പോൾ ഇന്ത്യൻ മണി ഇങ്ങനെ താഴോട്ടാണല്ലോ പോകുന്നത്. നമ്മൾ രണ്ടുപേരുടെ കീശ വീർപ്പിക്കാൻ വേണ്ടിയിട്ടേ നമ്മളിങ്ങനെ വലിയ വലിയ സമ്പദ് വ്യവസ്ഥയും നമ്മുടെ എക്കോണമിയൊക്കെ പുറത്തോട്ട് ഇങ്ങനെ തുറന്ന് കാണിക്കുമ്പം ഈ എക്കോണമി മൊത്തം നമ്മുടെ നാട്ടിലെ 2 ആൾക്കാരുടെ കയ്യിലോട്ടാണ് പോകുന്നത്. നമുക്കറിയാം അത് ആരാന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. अंबानी अडानी, अंबानी अडानी, अंबानी अडानी. ഈ പറഞ്ഞ 2 ആൾക്കാർക്കാണ് ഇതെല്ലാം പോകുന്നത് എന്നുള്ളത് ഇപ്പം ആൾക്കാർക്കൊക്കെ കുറച്ചൊരു മനസ്സിലായി തുടങ്ങിയിട്ട്. കാരണം ഈ ചെറ്റക്കുടിയിൽ കിടന്നിട്ട് ഇപ്പോഴും നമ്മൾ മോദി സ്തുതി പറഞ്ഞ് നടക്കുന്ന കുറേ പാവം സംഖ്യകളെ നമ്മൾ കാണുന്നു. ഇങ്ങനെ ജീവിക്കുന്നതും ചെറ്റക്കുടിയിൽ, അവിടെ എന്താ പറയുക, ഇങ്ങനെ അതായത് ജനിക്കുന്നതും ജീവിക്കുന്നതും മരിക്കുന്നതും ഈ ചെറ്റക്കുടിയിൽ ഒരു കക്കൂസ് പോലും ഇല്ലാത്ത അവസ്ഥയിൽ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആളുകൾ ജീവിക്കുന്നത്. അവരെന്നും മോദിക്ക് ജയ് വിളിച്ച് മുന്നോട്ട് പോവില്ല. കുറേയൊക്കെ മാറും. വോട്ട് കക്കുന്നതിൻ്റെ കഥകൾ പുറത്തോട്ട് വരും, ആളുകളെ തമ്മിലടുപ്പിക്കുന്നതിൻ്റെ കഥകൾ പുറത്തോട്ട് വരും. ഇതൊക്കെ വരും എന്നുള്ള പേടിയുള്ളത് കൊണ്ട് ഇനി കുറച്ചെങ്കിലും നമ്മൾ രാഷ്ട്രീയപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം, സംഖ്യകളല്ല എല്ലാം എന്നുള്ള തോന്നൽ ഈ ഇന്ത്യ, അല്ലെങ്കിൽ നമ്മുടെ ഭാരത സർക്കാരിനും നമ്മുടെ വിശ്വഗുരുവിനും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ പല പുതിയ പുതിയ ഡിപ്ലോമസിയിലോട്ടും ഇപ്പം നമ്മൾ കാല് വെച്ചത്. ഇപ്പം മനസ്സിലായില്ല കാര്യം. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ, നമ്മുടെ ഒരു പുതിയ ചാനലുണ്ട്, ഒരു സെക്കൻഡ് ബാക്കപ്പ് ചാനലാണ്. നമ്മുടെ ചാനലൊക്കെ ഇതിന് എന്തൊക്കെ പണി തരാൻ പറ്റുമൊക്കെ നോക്കി നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു ബാക്കപ്പ് ചാനൽ ഞാൻ വെക്കുന്നുണ്ട്, ഈ ട്രെൻഡ് മോജോ 2 എന്നും പറഞ്ഞിട്ട്. അതുമായിട്ട് നമ്മൾ കൊളാബ് ചെയ്യുന്നുണ്ട്. മാക്സിമം കാണുന്ന ആളുകൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് ആ ഒരു ചാനലും കൂടെ നമ്മൾ അതിലും വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും ഇനി. അപ്പോൾ ശരി.